അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ട്രിപ്പ് ഡേ നമ്പർ 2 പാർട്ട് 1 ആയിട്ടാണ് കേട്ടോ ഗൈസ്. ഫസ്റ്റ് തന്നെ രാവിലെ തന്നെ എണീച്ച് പല്ലൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. എൻ്റെ കോലം നോക്കി എണീച്ചിട്ട് ആകെ ഒരുമാതിരി ഇരിക്കുകയായിരുന്നു, മുഖമൊക്കെ മുടിയൊക്കെ പറന്നിരിക്കുകയായിരുന്നു. പിന്നെ പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് നേരം തണുപ്പൊക്കെ ആസ്വദിച്ചു, കുറച്ച് നേരം ചായയൊക്കെ കുടിച്ചു. പുറത്ത് നിൽക്കാൻ നല്ല തണുപ്പും ഇന്നലെ തിന്ന ഐറ്റംസൊക്കെ ഇവിടെ ഇരിക്കണമായിരുന്നു. പിന്നെ അടിയിലേക്കൊന്ന് പോയി നോക്കി. അപ്പോൾ എന്താ പറയുക, എല്ലാവരും കുളിക്കണേയും കാര്യങ്ങളും സെറ്റൊക്കെ ആയിരുന്നു. ഇവിടുത്തെ വൈബ് എന്ന് പറഞ്ഞാൽ നല്ല സെറ്റ് വൈബാണ് കേട്ടോ. രാവിലെ എന്ന് പറയുമ്പോൾ നല്ല തണുപ്പെന്ന് പറയുന്നത്, ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടുള്ള നല്ല തണുപ്പായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോരുത്തരായി കുളിച്ചുകൊണ്ടിരിക്കുകയുണ്ടോ. എല്ലാവരും കൂടി കുറേ ബാത്റൂമൊന്നും ഇല്ലല്ലോ ഗൈസ്. അങ്ങനെ നല്ലൊരു നല്ലൊരു ടെമ്പറേച്ചറായിരുന്നു. അവിടെ നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ, നല്ലൊരു അടിപൊളി ഫീൽ തന്നെയായിരുന്നു. ഇന്നലെ നമ്മൾ രാത്രി കഴിച്ച സംഭവങ്ങളൊക്കെ വേണ്ട ഗൈസ്. അവിടെ പാത്രം ഉൾപ്പെടെ അവിടെ ഇരിക്കുന്നുണ്ട്, അവർ രാവിലെ എടുത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടാൻ വിചാരിച്ച് അടിയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല അവർ സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ സ്വെറ്റർ കൊണ്ടുവന്നില്ല ഗൈസ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി സുഖമായിട്ട് ഊഞ്ഞാലാടി കളിച്ചു കേട്ടോ ഗൈസ്. നല്ലത് ഇന്നലെ നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കിയപ്പോൾ ചിക്കൻ്റെ തൊലിയൊക്കെ ഇവിടെ കിടക്കുന്നു. പിന്നെ എല്ലാവരും സംസാരിക്കലും പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ കുളിച്ചൊക്കെ വന്ന് എല്ലാവരും റെഡിയായി, നമ്മൾ പോകാൻ റെഡിയാക്കിയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഈ റിസോർട്ട് വേക്കൻറ്റ് ചെയ്യാനുള്ള ആവശ്യമുണ്ട് കേട്ടോ. നമ്മൾ റിസോർട്ടിൽ നിന്ന് പോകുകയാണ് ഗൈസ്. അവസാനത്തെ ദിവസമാണ്. നല്ലൊരു റിസോർട്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു റിസോർട്ട്. അടിപൊളി റിസോർട്ടാണ് കേട്ടോ ഗൈസ്. എല്ലാവരും ഒന്ന് വന്ന് നോക്കണേ. ഞങ്ങളിത് യൂട്യൂബിൽ നിന്ന് ഒരാളൊരു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് വന്നൊരു റിസോർട്ടാണ്. അടിപൊളി റിസോർട്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ റിസോർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ 9 മണി വരെ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് വരെ നല്ലതാണ് കേട്ടോ. അപ്പം നമ്മളെന്താ പറയുക, അത് കഴിക്കാനായിട്ട് മുകളിൽ പോകുകയാണ്. അങ്ങനെ നമ്മൾ സ്ലോ മോഷനിൽ നടന്ന് പോകുന്നുണ്ട്. എല്ലാവരും ഇഷ്ടമായി. പിന്നെ കുറച്ച് നേരം വഴിയിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ. ഞാനായിരുന്നു ഫോട്ടോഗ്രാഫർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറ്റേ അടിയിൽ വെച്ച് കുറച്ച് ട്രിക്കൊക്കെ അറിയി ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തർക്ക് പ്രൊഫൈൽ ഇടാൻ വേണ്ടി ഫോട്ടോ എടുത്ത് കൊടുക്കലായിരുന്നു എൻ്റെ പരിപാടി. പിന്നെ അത് ഞാൻ കുറച്ച് സ്ലോമോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് റീൽസൊക്കെ എടുക്കാൻ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് റീൽസൊക്കെ എടുക്കാനുള്ള പരിപാടിയും സെറ്റപ്പൊക്കെ ആയിരുന്നു ഗൈസ്. അടിപൊളി എന്ന് പറഞ്ഞാൽ കിട്ടു പ്ലേസാണ്, അടിപൊളി പ്ലേസാണ്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് ഡേ നമ്പർ 2 പാർട്ട് 2 കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ നാളെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ട്രിപ്പ് ഡേ നമ്പർ 1 എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാണാത്തരാണെങ്കിൽ എൻ്റെ ചാനൽ കിടക്കുന്നുണ്ട്, ഓടിപ്പോയി കണ്ടോളൂ കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ മുകളിലൊക്കെ എത്തിയിട്ടുണ്ട്, പതുക്കെ വന്ന് മുകളിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഊഞ്ഞാലൊക്കെ ആടാമെന്ന് വിചാരിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഊഞ്ഞാല ഇവിടെ ഒരു ബൊഫെ പോലെയായിരുന്നു. നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ എടുത്ത് കഴിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ എന്താ പറയുക, ഞാൻ പൂരിയാണ് എടുത്തത്. ഞാൻ രാവിലെ ഒന്ന് കഴിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്നാലും എന്താ പറയുക, നമ്മൾ ഛർദ്ദിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൂരിയാണ് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ 2 പൂരിയും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കറിയും കൂടി എടുത്തിട്ടുണ്ട്. ഇവിടെ കുറേ സംഭവമുണ്ട്. ബ്രെഡൊക്കെ തിന്ന് നല്ല പണി കിട്ടും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഗ്യാസ് കയറിയിട്ട് ഛർദ്ദിക്കും. ബ്രെഡും പഴമൊക്കെ ഒരിക്കലും നിങ്ങൾ കഴിക്കരുത് ടൂറൊക്കെ പോകുമ്പോൾ. നല്ല പണിയാണ് കേട്ടോ, നല്ല പണിയാവും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല സെറ്റപ്പായിരുന്നു കേട്ടോ ഗൈസ്. അപ്പുറത്തും കുറേ ടീമുകളുണ്ട്, ഇപ്പുറത്തും എല്ലാവരും ഉണ്ട്. എല്ലാവരും നമ്മളരച്ചു രാവിലെ തന്നെ എണീച്ച് ആവശ്യമായിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മളെന്താ പറയുക, റിച്ചുമായിട്ടൊക്കെ കുറച്ച് സംസാരിച്ച് ക്യാമറ കാണുമ്പോൾ ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. കുറേ ഹായ് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്നൊക്കെ നമ്മളെന്താ പറയുക, ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവസാനത്തെ ഒരു സംഭവമാണ് കേട്ടോ. അവസാനത്തെ ദിവസം തന്നെ ഇത്തിരി സമയം കൂടി നമ്മൾ ഇതിനെ വെക്കേണ്ടി കൂട്ടും നമ്മൾ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടാന്ന് വിചാരിച്ചു. ഇവിടെ അറിച്ചു ഊഞ്ഞാലാടാൻ വേണ്ടി, ഊഞ്ഞാല പിടിക്കാൻ വേണ്ടി ഓടി വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ കുറേ നേരം സംസാരിച്ച് ഊഞ്ഞാലൊക്കെ ആടി. നല്ല രസമാണ് കേട്ടോ. ഇവിടുത്തെ നല്ലൊരു ഫീലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് നേരം ഊഞ്ഞാലാടിട്ടോ. ഞാൻ ആടത്തേന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് നേരം ഊഞ്ഞാലാടി. അപ്പോൾ എനിക്ക് ഈ ഒരു ചെരുപ്പ് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാൻ എറണാകുളത്ത് നിന്ന് വാങ്ങിച്ചാണ്. അടിപൊളി ചെരുപ്പാണ് കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ നല്ല സങ്കടമുണ്ട്. ഈ റൂമൊന്നും വിട്ട് കൊടുക്കാൻ ഒരു ഇതില്ല. നമുക്ക് ഈ റൂമിൽ ഇനിയും കിടക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ടാറ്റ എന്ന് പറഞ്ഞ് ഈ റൂമിനോട് പോകാൻ പോവാണ്. അപ്പോൾ ഞാൻ മീനോടൊക്കെ എല്ലാവരോടും ടാറ്റയൊക്കെ പറയുന്നുണ്ട് നമ്മൾ. പിന്നെ അവസാനം ടോയ്ലറ്റിലൊക്കെ പോയിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ നമ്മളെല്ലാം വിരിച്ച് സെറ്റാക്കി വന്നത്.
അപ്പോൾ എല്ലാവരോടും ടാറ്റ പറഞ്ഞു. നല്ല വിഷമമുണ്ട് കേട്ടോ ഗൈസ്. ഞാനിപ്പോൾ റൂം ലോക്ക് ചെയ്യാൻ പോകണേണ്. എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ സംഭവങ്ങളും എടുത്തിട്ടുണ്ടോ എന്നൊക്കെയാണ് ഞാൻ നോക്കുന്നത്, ഷെൽഫിലും കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ഡോർ അടച്ച് പൂട്ടുകയാണ് ഗൈസ്. നല്ല സങ്കടമുണ്ട്. ഒരു ദിവസം നമ്മളിവിടെ കിടന്നതല്ലേ, ഭയങ്കര വിഷമമുണ്ട് കേട്ടോ ഗൈസ്. അടിപൊളി റൂമാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു റൂമും കൂടിയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മളെന്താ പറയുക പോകാനായിട്ട് കാറിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാറൊക്കെ കയറി നമ്മൾ പോകാണ്. അങ്ങനെ നമ്മൾ പോയിട്ട് നമ്മുടെ സ്ഥലത്ത് നിർത്തി. ഇവിടെ നമ്മൾ ശർക്കരയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു എന്താ പറയുക കരിമ്പ് വെച്ച് ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓടി നടന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കാണിക്കാനായിട്ട്. അപ്പോൾ എന്താ പറയുക, അതെ റിച്ചുവിനോട് ഇടക്കിടക്ക് ഞാൻ ക്യാമറ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഹൈ പറയുന്നുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ അതേ നമ്മൾ എന്താ പറയുക മറിയൂർ ശർക്കരയാണ്. അങ്ങനെ നമ്മൾ ശർക്കരയൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തന്നു. നല്ല ടേസ്റ്റും കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ ഗൈസ്. എന്തോ ഒരു ഭക്ഷണമുണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു. നമ്മൾ വാങ്ങിച്ചില്ല. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടു നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഈ ഒരു പാത്രത്തിൽ അവർ തന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾ വേറൊരു ടേസ്റ്റായിരുന്നു. സാധാ ശർക്കരയല്ല, മറിയൂർ ശർക്കരയാണ് ഗായ്സ്. ഇതാണ് അവർ ഉണ്ടാക്കുന്നത് സംഭവങ്ങളൊക്കെ. ഇതിൽ നിന്ന് ഇങ്ങനെ അരിച്ചരിച്ചുണ്ടാക്കുന്നതൊക്കെയാണ് ഞാൻ വിശ്വസിച്ചത്. എനിക്കൊന്നും അറിയില്ല ഗായ്സ്. നമ്മൾ വെറുതെ സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. അങ്ങനെ എന്താ പറയുക, എല്ലാവരും ശർക്കരയൊക്കെ തിന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശർക്കര, അടിപൊളി ടേസ്റ്റ് ആകുന്നത്. ഈ ഒരു കുളത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് സംഭവം ഉണ്ടാക്കുന്നത്. കുളമൊന്നും അറിയില്ല, പഞ്ചസാരയൊക്കെ എന്തെങ്കിലും മിക്സ് ചെയ്ത് വെച്ചേക്കണായിരിക്കും അറിഞ്ഞൂടാ. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മുടെ ഇച്ചുതേ നല്ല ടാറ്റയും പറഞ്ഞൊക്കെ വരുന്നുണ്ട്. എപ്പോൾ ക്യാമറ ഉണ്ടാവും ടാറ്റാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നമ്മൾ ശർക്കരയൊക്കെ തിന്ന് നേരെ നടന്ന് കാറിലേക്ക് കയറാൻ കേട്ടോ ഗൈസ്. അങ്ങനെ എന്താ പറയുക, അവിടെ ഭയങ്കര ചെറിയൊരു ബ്ലോക്ക് വന്നു. പിന്നെ നമ്മൾ നേരെ കാറിൽ കയറുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് നമ്മൾ കുറച്ച് വറുത്തതും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇതൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്രീൻ പീസ്, പിന്നെ ഇപ്പം എന്താ പറയുക, പിന്നെ കുറച്ച് റീൽസും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഷാറൂഖ് ഖാൻ എടുക്കാൻ നോക്കിയതാണ് ഗൈസ്. നിങ്ങൾക്ക് നെറ്റ് ഉണ്ടായിരുന്നില്ല. അവസാനം എങ്ങനെയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും അടിപൊളിയായിട്ട് കുഞ്ഞു കൊച്ചു വരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും അടിപൊളിയായിരുന്നു. പിന്നെ അവസാനം എൻ്റെ ഒരു ചിരി, അതായിരുന്നു ഗൈസ്. ചിരിച്ച് മരിച്ചെന്ന് ചിരിച്ചിട്ട് കഴിച്ചിട്ടോ. ചിരി വന്നു ഈ ആക്ഷൻ കണ്ടപ്പോൾ. പിന്നെ നമ്മളെല്ലാവരും എന്താ പറയുക, ഇതൊരു സ്ഥലത്തിന് പേര് ഞാൻ പറയാം, ആനക്കോട്ട എന്തോ സംഭവമാണ്. അപ്പോൾ ആനക്കുള പാർക്ക്. ഇവിടെ വെച്ച് നമ്മളൊരാളെ സെലിബ്രിറ്റീനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അതാരാണെന്ന് നമുക്ക് എല്ലാവർക്കും ആകാംക്ഷയായിരിക്കും. നല്ലൊരു സെലിബ്രിറ്റീനെ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ എന്താ പറയുക നടന്ന്, ഇപ്പോഴൊന്നുമല്ല കാണുക, വരാൻ നേരത്ത് കാണുന്നതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ആരാണെന്ന് അറിയാനുള്ള എല്ലാവർക്കും ഉണ്ട്. ആരാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ ഒരു ഗസ്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളെല്ലാവരും എന്താ പറയുക നടന്നൂടെ പോയിട്ടുണ്ട് കല്ലിൻ്റെ മേലെ കൂടി. പിന്നെ ഇവിടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. ടിക്കറ്റിന് 10 രൂപ 15 രൂപ കണ്ടാണ്. പിന്നെ നമ്മൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തതൊക്കെ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിവിടെ ഒരു കല്ലുണ്ട്. ആ കല്ലുമ്പോൾ നമ്മൾ എഴുതി വെക്കുക, എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക. ഞാൻ എന്താ പറയുക, ഗേൾസ് ഓഫ് സുഹാന എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ച് 8 പോയിൻറ്റ് ഇതാണ് നമുക്ക് അങ്ങനെയൊക്കെ എഴുതി വെച്ച്. ഇതാണ് നമ്മുടെ സെലിബ്രിറ്റി എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, മട്ടുകുട്ടി. അപ്പം അങ്ങനെ നമ്മളെന്താ പറയുക, നേരെ അവിടെ നിന്നൊക്കെ പോന്നിട്ടുണ്ടായിരുന്നു. നല്ല സന്തോഷമായി. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തുട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മളെന്താ പറയുക, ഒരു ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പാർട്ട് 2 പിന്നെ കാണാം.